Praise the Lord. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. आप सभी को यीशु मसीह के नाम से जय मसीह की। നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഗിരിപ്രഭാഷണത്തിൽ നിന്നാണ്. हम पिछले समयों से प्रभु यीशु मसीह के पहाड़ी उपदेशों में से मनन करते आ रहे हैं। നമ്മൾ പറഞ്ഞു പുതിയ നിയമത്തിന്റെ ഉപദേശമാണ്, ഡോക്ട്രിനാണ് മത്തായി 5, 6, 7 ഗിരിപ്രഭാഷണങ്ങൾ. हमने पहले बताया हुआ है कि नए नियम में दिया गया उपदेशों में से कुछ भाग हैं जो मत्ती के सुसमाचार 5, 6 और 7 अध्याय में जो यीशु मसीह ने पहाड़ी उपदेश के रूप में दिया है। മോശ പർവ്വതത്തിൽ വെച്ച് നൽകിയ യഹൂദജാതിക്ക് വേണ്ടി മാത്രമായിരുന്നെങ്കിൽ യേശു നൽകിയത് ലോകത്തുള്ള സകല ജാതി മതഭാഷക്കാർക്ക് വേണ്ടിയാണ്. मूसा ने जो है पर्वत पर जो यहूदी समाज के लिए ही जो व्यवस्था या कानून दिया था, तो यीशु मसीह ने इस पहाड़ पर सारे मानव जाति के लिए एक उपदेश या एक व्यवस्था को प्रभु ने रखा है। സീനായി പർവ്വതത്തിൽ വെച്ച് നൽകിയതിന് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. എന്നാൽ യേശു നൽകിയതിന് ലിമിറ്റ് ഇല്ല. ലോകത്തിന്റെ അന്ത്യം വരെയും അവസാനം വരെയും ഉള്ളതാണ്. सीनै पर्वत पर जो मूसा के द्वारा दी गई व्यवस्था में कई सीमाएं हम देखते हैं, परंतु यीशु मसीह ने जो यहाँ पर बताए गए बातें हैं, इसमें कोई सीमा नहीं है। लोग इस दुनिया के अंत तक फैलने वाला ये उपदेश और व्यवस्था है। പുതിയ നിയമസഭയ്ക്ക് ആവശ്യമായ ഉപദേശമാണ് മത്തായി 5, 6, 7 അധ്യായങ്ങൾ. नए नियम की कलीसिया को जो अति आवश्यक दिया जाने वाला उपदेश के रूप में हम मत्ती के सुसमाचार 5, 6 और 7 अध्यायों में हम पढ़ पाते हैं। അതില് ഒരു വാക്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. उनमें से एक वचन हम पिछले दिनों से मनन करते आए हैं। വീണ്ടും ആ വാക്യം ഇന്ന് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. और आज फिर से वो वचन पढ़ने के लिए मैं इच्छा करता हूँ। മത്തായി 5:14. मत्ती की सुसमाचार 5 अध्याय उसके 14 वचन। നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. तुम जगत की ज्योति हो। അവിടെയാണ് സീനായി പർവ്വതത്തിൽ വെച്ച് നൽകിയത് യഹൂദജാതിക്ക് വേണ്ടി മാത്രം ലിമിറ്റഡ് ആയിരുന്നെങ്കിൽ യേശു പറയാണ് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. और सीनै पर्वत पर जब यहूदी समाज के लिए जो परमेश्वर ने व्यवस्था दिया था वो सीमित रहा, लेकिन यहाँ पर यीशु मसीह कहता है कि तुम जगत की ज्योति हैं। അപ്പൊ നമ്മളെ ഡിസൈപ്പിൾസ് അല്ലെ ശിഷ്യത്വത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന നമുക്ക് തന്നിരിക്കുന്ന ദൗത്യമാണ് ലോകത്തിന് വെളിച്ചം ഉണ്ടാക്കി കൊടുക്കുക. तो हम जो परमेश्वर के चेलापन में आए हुए हम लोगों का एक कर्तव्य रहता है कि हम इस संसार को, इस जगत के लिए एक ज्योति का कारण बने। ഈ വെളിച്ചം നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എന്നാൽ നമ്മൾ തന്നെ വെളിച്ചമായി വിളങ്ങണമെങ്കിൽ വെളിച്ചമായ ക്രിസ്തുവിനോട് നാം ചേർന്ന് നിൽക്കുമ്പോൾ അത് നമ്മളിൽ നിന്ന് വെളിച്ചം പുറപ്പെടും. ये जो ज्योति है हम अपने आप से उत्पन्न नहीं करा सकते हैं, परंतु यदि हम उस यीशु मसीह के साथ उस संबंध में रहते हैं तो वो हमें संबंध के कारण जो मसीह से हमारे जीवन में जो ज्योति आती हैं वो हम दूसरों तक पहुंचा सकते हैं। ഇന്ന് ഇതിലൂടെ ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പോർഷൻ ഭാഗം എന്ന് പറയുന്നത് വെളിച്ചത്തിന് സൂര്യന്റെ ആവശ്യമുണ്ടോ? और आज हम यहाँ पे मनन करने वाला एक भाग, उसमें इस प्रकार की विचार आता है, क्या एक ज्योति को सूरज की किरणों की आवश्यकता है या नहीं। ശാസ്ത്രജ്ഞന്മാർ ഇടയ്ക്കിടയ്ക്ക് പേപ്പറുകൾ പബ്ലിഷ് ചെയ്ത് കേൾക്കുന്ന കാണാൻ സാധിക്കും. കുറച്ചു കഴിയുമ്പോൾ സൂര്യൻ അസ്തമിക്കും, ഇരുണ്ടു പോകും, ലോകം മൊത്തം ഇരുളായി തീരും, ലോകത്തിന് എന്ത് സംഭവിക്കുന്ന അറിഞ്ഞുകൂടാ എന്നൊക്കെ വല്ലപ്പോഴുമെങ്കിലും പേപ്പറിൽ ചില നോട്ടുകൾ നമ്മൾ വായിക്കുന്നുണ്ട്. और कई बार कई ऐसे समयों में वैज्ञानिक लोगों ने इस प्रकार की लेखनों को हमें अखबारों में कई बार छपे हुए हैं कि कई समय के पश्चात सूर्य का जो किरण है वो हमेशा के लिए थम जाएगा, रुक जाएगा और दुनिया पूरा अंधकार में फैले रहेंगे। ऐसे कई तो बार हमने पढ़े होंगे। ഇവിടെയാണ് അവരും നമ്മളും തമ്മിലൊരു വ്യത്യാസം. और यहाँ पर उन लोगों के बीच में और हमारे बीच में एक बड़ी फर्क को हम देखते हैं। സകലത്തിന്റെയും സൃഷ്ടാവായ ദൈവത്തെ അറിയുവാൻ ഇടയായ ഒരു ഭാഗ്യമാണ് നമ്മുടെ ഭാഗ്യം.
और सबका निर्माण करने वाला, सृष्टि करने वाला, वो सृष्टिकर्ता को जानने का एक अवसर हमें मिला। यही हमारा जीवन का सबसे बड़ा एक सौभाग्य है। 1 കൊരിന്ത്യർ 2:9, 10, 11 വാക്യങ്ങൾ മുന്നോട്ട് വായിക്കുമ്പോൾ ഇതൊന്നും മാനുഷിക ജ്ഞാനം കൊണ്ട് ലഭിക്കുന്നതല്ല, പിന്നെയോ ദൈവത്തിൽ നിന്നായതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി തന്നെങ്കിൽ മാത്രമേ ഇത് മനസ്സിലാകത്തുള്ളൂ. और पहले कुरिन्ती 2 अध्याय उसके 9-10 आयतों में हम पढ़ते हैं, वो इस प्रकार लिखा गया है कि ये सारी बातें मनुष्य के ज्ञान की सीमा से बढ़कर परमेश्वर की आत्मा जब तक हमें ये समझाएगा नहीं, हम इसे समझ नहीं पाएंगे। ആത്മീകന്മാർക്ക് ആത്മീകമായി ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കും. आत्मिक लोगों को आत्मिक तौर से या रीति से परमेश्वर उसे प्रकट करा कर देता है। ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാർക്ക് അത് മനസ്സിലാകും. परमेश्वर को जानने वाले या परमेश्वर को खोजने वाले बुद्धिमान लोग ये बात को समझ पाते हैं। അപ്പോൾ പ്രൈസ് ലോർഡ്, സൂര്യൻ തന്നെ വേണോ ഈ ഭൂമിയിൽ വെളിച്ചം നൽകുവാൻ? तो क्या सूरज की आवश्यकता है इस संसार में या इस जगत में ज्योति देने के लिए? സൂര്യൻ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് ഭൂമിയിൽ വെളിച്ചമില്ലായിരുന്നോ? क्या सूरज की निर्माण करने से पहले क्या इस जगत में ज्योति नहीं था? ആ വെള്ളത്തിനകത്ത് അകപ്പെട്ട്, ഇരുളിലും വെള്ളത്തിലും അകപ്പെട്ടു പോയ ഭൂമിയുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചപ്പോൾ ഇത് ഫ്രൂട്ട്ഫുൾ ആയി തീർന്നു. और जब अंधकार और पानी के बीच में जब इस पृथ्वी में अंधकार मंडरा था, तब परमेश्वर की आत्मा के कार्यों से यहाँ पर सब कुछ फलदायक अनुभव में बदल दिया। അപ്പൊ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് സൃഷ്ടാവായ ദൈവം പറഞ്ഞപ്പോൾ ഭൂമിയിൽ വെളിച്ചം ഉണ്ടായി. 4 ദിവസങ്ങൾക്ക് ശേഷമാണ് സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിക്കുന്നത്. और वचन हमें बताता है कि जब परमेश्वर ने प्रकाश हो जाए या ज्योति आ जाए, तब जब कहा तो इस पृथ्वी में अंधकार चले गए, ज्योति आ गई। उसके 4 दिन के पश्चात परमेश्वर इस सूरज, चंद्रमा और तारागणों का सृष्टि करता है। അതുകൊണ്ട് ദൈവം എവിടെയുണ്ടോ, പിതാവ് എവിടെയുണ്ടോ, പുത്രൻ എവിടെയുണ്ടോ, പരിശുദ്ധാത്മാവ് എവിടെയുണ്ടോ, അവിടെയൊക്കെ വെളിച്ചം കടന്നു വരുന്നു. और इसलिए जहां पर परमेश्वर है, जहां पर पिता है, जहां पर परमेश्वर की पवित्र आत्मा है, वहां पर सब प्रभु का प्रकाश फैलता रहता है। അതുകൊണ്ടാണ് ഈ ലോകത്തിന്റെ സകല ഫെസിലിറ്റീസും അവൈലബിൾ ആണെങ്കിലും, സ്വന്തമായിട്ടുണ്ടെങ്കിലും, മനുഷ്യന് സന്തോഷമോ സമാധാനമോ ഇല്ലാതിരിക്കുമ്പോൾ, ഇതൊന്നും ഇല്ലാത്തവന്റെ ഉള്ളിൽ ദൈവമുള്ളത് കൊണ്ട് അവന്റെ ജീവിതത്തിൽ വെളിച്ചമുണ്ട്. और इसलिए दुनिया के सारे उपलब्धियों को या सारे सुविधाओं को प्राप्त करने के पश्चात या ना होने के समय में भी आमीन, जिसके पास आमीन परमेश्वर की पवित्र आत्मा है, उसके अंदर परमेश्वर का ज्योति हमेशा चमकता रहता है। യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. यीशु मसीह कहता है कि मैं इस जगत की ज्योति हूँ। അപ്പൊ യേശു എവിടെ ഉണ്ടോ അവിടെ വെളിച്ചമുണ്ട്. उसका अर्थ इतना ही है कि जहां पर यीशु मसीह है, वहां सब परमेश्वर का ज्योति है। നിന്റെ ജീവിതത്തിൽ വെളിച്ചം വേണോ, നീ യേശുവിനെ സ്വീകരിച്ചാൽ മതി. आपके जीवन में एक ज्योति की आवश्यकता हो तो आपको इतना ही करना है कि आप यीशु मसीह को अपने जीवन में स्वीकार कर ले। അപ്പൊ ഇതിനകത്തൊരു ഇന്റർപ്രിട്ടേഷൻ വരുന്നു, അത് ആത്മീകമായിട്ട് പറയുന്നതാണ്, ഭൗതികമായിട്ട് പറയുന്നതല്ലെന്ന്. और इसमें एक प्रकार का समझ या आमीन एक अनुवाद इस प्रकार का हो रहा है कि ये आत्मिक रीति से कहने वाली बात है, ये भौतिक संदर्भ में इसका कोई लेना देना नहीं है। അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, സൂര്യനും ചന്ദ്രനും ഉണ്ടാകുന്നതിന് 4 ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ വെളിച്ചം ആത്മികമായിരുന്നോ ഭൗതികമായിരുന്നു? तो मैं आपसे एक सवाल ये पूछने चाहता हूँ कि सूरज और चंद्रमा की सृष्टि होने से पहले जो आमीन जो प्रकाश आमीन इस संसार में मंडरा रहा था, वो कौन सा था? आत्मिक था या भौतिक रूप से देखे जाने वाले थे? നിശ്ചയമായിട്ടോ ദൈവത്തിന്റെ വെളിച്ചം ഫിസിക്കലായിട്ട് അവിടെ അപ്പിയർ ചെയ്തതാ. और निश्चय रीति से ये बात को हम वचन से समझ सकते हैं कि जो परमेश्वर की ज्योति हैं, वे वहां पर प्रकट हो रहा था। കാരണം ദൈവം വസിക്കുന്നത് ദൈവം വെളിച്ചത്തിലാണ് വസിക്കുന്നത്. कारण यह है क्योंकि परमेश्वर जो है वो ज्योति में वास करता है। ആ വെളിച്ചമാണ് നമ്മളിലേക്ക് പകരുന്നത്. और वही ज्योति वो परमेश्वर हमारे जीवन में भी देता है। അപ്പൊ ദൈവത്തിന്റെ വെളിച്ചം എനിക്കും നിങ്ങൾക്കും ലഭിക്കുവാൻ
നിങ്ങളുടെ യാതൊരു യോഗ്യതയും യാതൊരു മെറിറ്റും യാതൊരു ഒബ്ജക്റ്റും അവിടെ ആവശ്യമില്ല. പിന്നെയോ ദൈവത്തിന്റെ വെളിച്ചം വന്നുകൊണ്ടേയിരിക്കുന്നു, നമുക്ക് സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ. और इसीलिए ये बात को समझना है कि परमेश्वर की ज्योति को प्राप्त करने के लिए हमारी कोई योग्यता या हमारी कोई खूबी की आवश्यकता नहीं है, परंतु परमेश्वर की ज्योति हमारे जीवन में जो चाहत रखता है उसी को प्रभु देता रहता है। ഈ വെളിച്ചം പകരുന്ന ദൈവത്തെ കുറിച്ച് പറയുന്നതോ കേൾക്കുന്നതോ ഒരു കൂട്ടം ആൾക്കാർക്ക് ഇഷ്ടമല്ല. അവരെപ്പോഴും അതിനെതിരായിട്ട് നിൽക്കുക. और ये ज्योति के बारे में जब हम बोलते हैं तो एक समाज के लोग हैं जो इसके बारे में सुनना भी पसंद नहीं करते, बोलना भी पसंद नहीं करते, हमेशा इसका विरोध में रहते हैं। കാരണം ഈ സത്യം വെളിപ്പെട്ട് വന്നാൽ പിന്നെ വേറൊരു ജാതിയോ മതമോ ഭാഷയോ സ്വീകരിക്കാതെ ഈ സത്യദൈവത്തെ സ്വീകരിക്കാൻ ആൾക്കാരെ തയ്യാറാകും. അവർ വെളിച്ചത്തിലേക്ക് വരും, അവരിൽ വെളിച്ചമുണ്ടാകും. അതുകൊണ്ട് സാത്താൻ അവരുടെ കണ്ണുകളെ കുരുടാക്കി അവരുടെ ചെവികളെ മന്ദമാക്കി അവരുടെ ഹൃദയത്തെ തടിപ്പിച്ചുകൊണ്ടിരിക്കുക. और ये कारण ये अगर ज्योति लोगों के जीवन में आ जाए तो वे उस सत्य की ओर, उस सच्चा परमेश्वर की ओर अपने आमीन ध्यान को ले चलेंगे। और आमीन इस बात को ध्यान में रखते हुए शैतान उनको उस कार्य में भेजना नहीं चाहता है। और वचन इसलिए कहता है कि इस संसार के अंधकार ने लोगों की आंखों को बंद कर रखा है। ആ ദൈവത്തിന്റെ സത്യ വെളിച്ചത്തെ തടയുവാൻ ശാസ്ത്രത്തിലൂടെയോ മോഡേൺ ടെക്നോളജിയിലൂടെയോ പബ്ലിക്കേഷനിലൂടെയോ മീഡിയാസിലൂടെയോ എല്ലാ നിലയിലും അതിനെ തടസ്സം ചെയ്യുവാൻ ലൂസിഫർ സാത്താൻ കഠിന പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഈ വെളിച്ചം ലോകം അറിയരുത്. और ये सच्चा ज्योति को छुपाने के लिए चाहे वो विज्ञान की तरफ से हो या आज के आमीन जो है नए नए टेक्नोलॉजी के कारण से हो या मीडिया के द्वारा हो, सभी तरह से शैतान कोशिश करता है कि उस सत्य को, इस सच्चा ज्योति को लोग जान नहीं पाए। കാരണം ദൈവം വെളിച്ചമാണ്, അവൻ വെളിച്ചത്തിൽ വസിക്കുന്നു. कारण यह है कि परमेश्वर ज्योति है और वो ज्योति में वास करता है। പ്രൈസ് ദി ലോർഡ്. യഹൂദനായിരുന്ന പൗലോസ് ഇതിൽ നമ്പർ 1 ആയിരുന്നു. വെളിച്ചം ലോകത്തിൽ വരരുമെന്ന് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിച്ച ഒരു മനുഷ്യനാണ്. यहूदी रहने वाला जो पौलुस है, ये दुनिया में सबसे पहला एक उदाहरण या एक सबसे सुंदर उदाहरण है जो चाहता था कि इस संसार में ये ज्योति का कार्य ना करे। പൗലോസ് ശക്തമായ അധികാരമുള്ള ഒരു മനുഷ്യനായിരുന്നു. पौलुस के बारे में हम जानते हैं वे एक अधिकार रखने वाला व्यक्ति था। ക്രിസ്ത്യാനികളെ കൊന്നുമുട്ടിക്കുവാനുള്ള അധികാരപത്രം വാങ്ങിക്കുവാനുള്ള കപ്പാസിറ്റിയുള്ള സ്റ്റാമിനയുള്ള മനുഷ്യനായിരുന്നു ശൗൽ. और शाऊल ऐसा एक व्यक्ति था जो मसीहों को मार कर नष्ट कर देने के लिए, उनके विषय में अधिकार के पत्रों को हासिल करने के लिए एक अच्छा सामर्थी एक व्यक्ति हम देखते हैं। ക്രിസ്ത്യാനികളെ കൊന്നുമുട്ടിക്കാനുള്ള പണവും അധികാരവും വാഹനവും എല്ലാ കറേജുള്ള മനുഷ്യനായിരുന്നു പൗലോസ് അല്ലെങ്കിൽ ശൗൽ. मसीहों को मार कर नष्ट कर देने के लिए सारी अधिकार को रखने वाला, ऐसे सामर्थ को रखने वाला, ऐसे धीरज को रखने वाला एक व्यक्ति था शाऊल या पौलुस। അതുകൊണ്ടാണ് പൊളിറ്റീഷ്യൻസ് വിചാരിക്കുന്നത് ഈസി ആയിട്ട് ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുക അല്ലെങ്കിൽ ഇല്ലാതാക്കാവുന്നു. इसलिए कई राजनीतिक लोग या ऐसे अगुवे ऐसे सोचते हैं कि मसीह लोगों को आसानी से नष्ट किया जा सकता है। പക്ഷെ ഒരു രഹസ്യം പൗലോസിന് പിടികിട്ടി. ദമസ്കോസിന്റെ പടിവാതിൽക്ക് വന്നപ്പോൾ അവൻ സാക്ഷ്യം പറയാണ്, സൂര്യനെ വെല്ലുന്ന ഒരു വെളിച്ചം ഞാൻ കണ്ടു. और वहां पर एक सत्य को हम वचन में पढ़ते हैं कि जब इस पौलुस जब दमिश्क की उस द्वार पर पहुंचा तो वहां पर वो कह रहा है कि उसने सूरज के ऐसे किरणों को लाने वाला ऐसा एक ज्योति को उसने देखा। അതുവരെ അവൻ പഠിച്ച ന്യായപ്രമാണത്തിന്റെ അപ്പുറമായി, അതുവരെ അവൻ പഠിച്ച ശാസ്ത്രത്തിന്റെ അപ്പുറമായി ഇതാ ഒരു വെളിച്ചം, സൂര്യനെ വെല്ലുന്ന ഒരു വെളിച്ചം അവന്റെ അടുക്കലേക്ക് ഇറങ്ങി വരികയാണ്. और तब तक वो जो व्यवस्था के पुस्तकों को या लोगों का जो बारे में सांसारिक ज्ञान के पुस्तकों को जो उसने पढ़ा था, उससे भी
परे रहने वाला एक ज्योति उसने अपने जीवन में देखा। ആ വെളിച്ചത്തിനകത്തൂടെ അവൻ കേട്ട ശബ്ദം എന്താണെന്ന് അറിയാമോ? നീ മുള്ളിന് നേരെ എതിരെ ഉதைക്കരുത്. और उस ज्योति से निकलने वाला एक आवाज इस प्रकार का था कि तू कांटों के साथ टकराना नहीं है। ആ ശബ്ദം ഇന്നും എന്നോടും നിങ്ങളോടും പറഞ്ഞുകൊണ്ടിരിക്കുക, നീ ലോകത്തിന്റെ വെളിച്ചമാണെന്ന്. और वही आवाज आज हमसे और आपसे भी यही बातों को बता रहा है कि हम इस संसार के ज्योति हैं। എനിക്കും നിനക്കും എതിരായി കടന്നു വരുന്നവൻ മുള്ളിനെതിരെ ഉதைക്കുന്ന അനുഭവമാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. और मेरे और आपके खिलाफ आने वाला व्यक्ति के जीवन में कांटों के साथ टकराने वाला एक अनुभव उसके जीवन में आने जा रहा है। ചരിത്രം അറിയാവുന്നവർക്കറിയാം, യേശു പറഞ്ഞു ഞാൻ വെളിച്ചമാണ്. ആ വെളിച്ചത്തിനെതിരായി നിന്ന വ്യക്തികളുടെയും ജാതികളുടെയും ചരിത്രം പഠിച്ചാൽ അറിയാം, ഇന്നും അവർക്ക് സമാധാനം ഉണ്ടായിട്ടില്ല. और इतिहास जानने वाले लोग ये बात को समझ सकते हैं कि यीशु ने कहा कि मैं इस जगत की ज्योति हूं, और उस यीशु मसीह के खिलाफ खड़े रहे हुए लोग आमीन आज भी इतिहास बताता है कि आज भी उनके जीवन में किसी भी प्रकार की शांति समाधान नहीं पाते हैं वे। അവനെ ഒറ്റിക്കൊടുത്തവൻ തൂങ്ങിച്ചത്തു, അവനെ കുറ്റം വിധിച്ചവൻ ആത്മഹത്യ ചെയ്തു. और उसको जो धोखे से पकड़वाया था उसने अपने आप को फांसी लगाकर मार दिया, और जिसने उसके ऊपर मुकदमा आमीन पेश किया था वो भी अपने जीवन को खत्म कर दिए। അവനെതിരായി നിന്നവരുടെ തലമുറകൾ മുഴുവൻ ഇന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ അവന്റെ കുരിശ് വഹിച്ചവന്റെ തലമുറ പ്രൈസ് ദി ലോർഡ് പ്രസിദ്ധരായി തീരുവാനിടയായി. और उस मसीह के खिलाफ खड़े रहे उन लोगों की पीढ़ी में आज भी कोई भी प्रकार की शांति और सुख नहीं है, परंतु वो यीशु मसीह के क्रूस उठाया हुआ उस व्यक्ति के पीढ़ी को परमेश्वर ने आशीष किया है, ऐसे वचन हमें बताता है। അതേ ദൈവത്തിന്റെ ശക്തിക്ക് ഇന്നും ക്ഷതം സംഭവിച്ചിട്ടില്ല, അവന്റെ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. और वही परमेश्वर का सामर्थ में आज भी किसी प्रकार का कमी नहीं हुआ है, वही सामर्थ के साथ प्रभु का कार्य आज भी हो रहा है। നിങ്ങൾ ലോക രാഷ്ട്രങ്ങളുടെ ചരിത്രം പഠിച്ചു നോക്ക്. യേശുവിനെ തള്ളിപ്പറഞ്ഞ, ജീവിക്കുന്ന ദൈവത്തെ തള്ളിപ്പറഞ്ഞ രാഷ്ട്രങ്ങളൊക്കെ ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുക, നശിച്ചുകൊണ്ടിരിക്കുക. आप दुनिया के राष्ट्रों के इतिहास को आप पढ़कर देखना है, आज तक जिसने भी जो भी राष्ट्र ने वो परमेश्वर के खिलाफ में वो बातों को कहा है या यीशु मसीह को टुकराया है, वो सब आमीन दिन प्रतिदिन गिरावट की अवस्था में आज आ रहे हैं। ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു ഒബ്ജക്റ്റ് അതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. मेरा कहने का अर्थ इतना ही है कि परमेश्वर को अपना कार्य करने के लिए किसी भी वस्तु की जरूरत नहीं है। അവന് വെളിച്ചം ഉണ്ടാക്കാൻ സൂര്യനെയും ചന്ദ്രനെയും ഉണ്ടായിട്ട് ആ വെളിച്ചത്തിലല്ലായിരുന്നു ദൈവം. ദൈവം തന്നെ വെളിച്ചമായിരുന്നു. സൂര്യനും ചന്ദ്രനും ഉണ്ടാകുന്നതിന് മുമ്പേ വെളിച്ചം ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിലെ നിന്റെ മെറിറ്റ് കൊണ്ട് നിന്റെ ജീവിതത്തിൽ നന്മ തേടാമെന്ന് ചിന്തിക്കേണ്ട. ദൈവം നിന്നോട് മനസ്സലിഞ്ഞാൽ, അവൻ വിചാരിച്ചാൽ മതി നിന്റെ ജീവിതം ചേഞ്ച് ആകാൻ. और वो परमेश्वर अपने आप में ज्योति या उजियाला होने के कारण ही वो दुनिया में आज भी उजियाला दे रहा है, इसके कारण नहीं कि सूरज चंद्रमा और तारागणों की ज्योति से वो अपने आप को चमकाता है, परंतु उससे पहले ही वो उजियाला में था। आमीन। ऐसा है तो मुझको और आपको ये बात को समझना जरूरी है कि हम और आपके जीवन की खूबी या हमारे जीवन के कई अच्छे कार्यों की वजह से नहीं है कि हम परमेश्वर के अनुग्रह को हमारे जीवन में पा सकते हैं, परंतु प्रभु यदि चाहे या प्रभु हमारे जीवन के विषय में विचार भी करे तो हमारे जीवन में परमेश्वर की अनुग्रह और आशीषों को हम पा सकते हैं। നമ്മൾ ചിന്തിക്കുന്നത് ഇലക്ട്രിസിറ്റി കണക്ഷൻ, പിന്നെ അതിന് ലൈൻ, അതിന് സ്വിച്ച്, ഒരു ബൾബ് ഉണ്ടെങ്കിൽ ഇവിടെ വെളിച്ചം കിട്ടത്തുള്ളൂ എന്നാൽ അങ്ങനെയല്ല. ദൈവം വിചാരിച്ചാൽ മതി, വെളിച്ചം വരും. और हम सोचते हैं कि एक कमरे में
ज्योति आना है तो उसी के लिए बिजली आना है, बिजली के साथ उसके तार जोड़े जाना है, एक बल्ब को लगाना है तो ही ज्योति आएगी। ऐसा नहीं है, यदि परमेश्वर चाहे तो हमारे जीवन से ही ज्योति प्रदान कर सकता है। ഈ ലോകം പറയുന്ന ചില യോഗ്യതകൾ ഉണ്ടെങ്കിലേ എന്റെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കുന്നു എന്ന് ചിന്തിക്കുന്നെങ്കിൽ അത് നിന്റെ മണ്ടത്തരമാണ്. ദൈവം മനസ്സ് വച്ചാൽ മതി, യുവർ ലൈഫ് വിൽ ചേഞ്ച്. ये दुनिया कहने वाली योग्यता के अनुसार ही हम अपने जीवन में आमीन बहुत सारी आशीषों को प्राप्त कर सकते हैं, ऐसे हमने सोच रखा है तो ये हमारी जीवन की बड़ी मूर्खता है। क्योंकि यदि परमेश्वर यदि चाहे तो यूं ही वो हमारे जीवन में अपनी आशीषों से भर सकता है। എന്തുകൊണ്ടാണ് ട്രെയിൻഡായ പട്ടാളക്കാര് പ്രൈസ് ദി ലോർഡ് മാറ്റി നിർത്തിയിട്ട് ആട്ടിടയനായ ദാവീദിനെ രാജാവാക്കി തീർത്തത്? क्यों परमेश्वर ने आमीन प्रशिक्षण पाए हुए सेना के लोगों को हटाकर खड़ा करते हुए आमीन ये अब एक भेड़ बकरियों को चराने वाला दाऊद को राजा का रूप में अभिषेक किया? ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ്. एक साधारण उदाहरण है वचन में जो हम देखते हैं। നമ്മൾ ചിന്തിക്കുന്നത് ഒരു രാജാവാകണമെങ്കിൽ അല്ല ഒരു അധികാര സ്ഥാനത്തിൽ എത്തണമെങ്കിൽ അതിൻ്റെതായ കാറ്റഗറിക്കലായിട്ട് കാര്യങ്ങൾ ചിന്തിച്ചതിന് മെറിറ്റ് നമ്മൾ എത്തി. പക്ഷെ ദൈവം വിചാരിച്ചാൽ നീ സിംഹാസനത്തിൽ ഇരിക്കും. और हम सोचते हैं कि एक राजा होना है तो उसी के अनुसार योग्यता होना है और उसके अनुसार खूबियां एक व्यक्ति के जीवन में होने से ही वे उस पदवी में पहुंच सकता है। लेकिन वचन हमें सिखाता है कि यदि परमेश्वर चाहे तो वो किसी को भी राजा बना सकता है। ഒരു എക്സാമ്പിളൂടെ ഞാൻ ബൈബിളിൽ നിന്ന് തന്നെ പറയാം. और एक और उदाहरण को मैं बाइबल में से आपको बताना चाहूंगा। അബ്രഹാമിനോടും സാറയോടും ചോദിച്ചു നോക്കിയേ. अब्राहम और सारा से पूछ कर देखिए, തനിക്കൊരു കുഞ്ഞിനെ ഒരു കുഞ്ഞിനെ ജന്മം കൊടുക്കുവാനുള്ള ശേഷി ഇല്ലാതായി. और उनको एक बच्चा जन्म करने का एक जो सामर्थ्य था वो नष्ट हुए थे। ആ സാറയുടെ ഗർഭപാത്രവും നിർജീവമായി. सारा की जो गर्भ थी वो कोई काम का नहीं था। നമ്മളൊരു ഡോക്ടറെ അടുത്ത് ചെന്നാൽ പറയും നിന്റെ കൗണ്ട് കുറവായതുകൊണ്ട് നിനക്ക് ഇനി കുഞ്ഞുണ്ടാവത്തില്ലെന്ന്. और हम इस विषय में एक डॉक्टर के पास जाएंगे तो डॉक्टर इस प्रकार से हमें उत्तर देता है कि उसमें गिनती कम है, इसलिए आप अभी और बच्चे पैदा नहीं कर सकते। ഒരു ഗൈനക്കോളജിസ്റ്റ് സാറെ പരിശോധിച്ചിട്ട് പറയും യു ഷുഡ് നോട്ട് ഗോ ഫോർ ദിസ്. നീ ഇനി ഇതിന് നിനക്ക് പറ്റത്തില്ല, ഇനി ഒരു കുഞ്ഞിനെ വഹിക്കാനുള്ള ശേഷി നിനക്കില്ല, സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറയും. और एक गायनकोलॉजिस्ट के पास यदि आप जाएंगे तो सारा से वो कहेंगे कि आप अभी भी एक बच्चे को जन्म नहीं दे सकती हैं, उतना ताकत आपके अंदर नहीं है, आप इसी के विषय में आगे नहीं जाना। അങ്ങനെ ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഇവിടെ ദൈവത്തിന്റെ അടുക്കലേക്ക് വന്നാൽ മതി. ഇതിന്റെ ഒന്നും ആവശ്യം ദൈവത്തിനില്ല. അവൻ മനസ്സ് വെച്ചാൽ മതി നിന്റെ ജീവിതം പുഷ്പിക്കുവാൻ. ऐसे कोई भी अपने जीवन में बड़े दुख और बोझ के साथ हैं तो आप ऐसे कुछ कार्यों के पीछे जाने की आवश्यकता नहीं। यदि परमेश्वर ने आपको देने की इच्छा रखा है तो आपके जीवन में परमेश्वर का अनुग्रह से आप कुछ भी प्रभु के हाथों से पा सकते हैं। കാരണം ഇതിന്റെ എല്ലാ ഉടമസ്ഥനും സൃഷ്ടികർത്താവുമായ ദൈവത്തിന്റെ അടുക്കലേക്ക് നീ വന്നിരിക്കുന്നത്. कारण यह है कि सबका जो जन्म देने वाला और सृष्टि देने वाला उस परमेश्वर के आमीन पास आप आ पहुंचे हैं। ചില അബദ്ധങ്ങൾ ഈ ലോകത്തിലെ ശാസ്ത്രം നിന്നെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ യേശുവിന്റെ അടുക്കലേക്ക് ഇറങ്ങി വാ. അവൻ വെളിച്ചമാണ്, അവൻ നിന്റെ ജീവിതത്തിൽ വെളിച്ചം പകരുവാൻ മതിയായവനാണ്. और किसी विषय में यदि कोई गलत बातों को यहाँ इस दुनिया के विज्ञान ने आपके मन में डाला हुआ है तो उन सब को छोड़कर आप यीशु मसीह के पास आए। वो इस संसार के इस जगत की ज्योति है, उसके जीवन आमीन आपके लिए एक आशीष का कारण बनेगा। ആ ദൈവത്തിന്റെ മഹത്വത്തെയും പ്രവർത്തനത്തെയും അത്ഭുതത്തെയും ശക്തിയെയും നീ മനസ്സിലാക്കാതിരിക്കേണ്ടതിന് നിന്റെ ബുദ്ധിയെ, നിന്റെ ബ്രെയിനെ ഈ ലോകത്തിന്റെ ശാസ്ത്രം മന്ദമാക്കി തീർത്തു. और वो परमेश्वर का महिमा को, वो परमेश्वर की सामर्थ को और प्रभु के अद्भुत कार्यों को हम समझ ना पाए, इसके कारण आमीन इसीलिए इस दुनिया के विज्ञान, दुनिया के लोगों ने हमारे बुद्धि को सीमित कर रखा है। അടുത്ത ഒരു ഉദാഹരണം നോക്ക്, യേശുവിന്റെ ജനനം.
दूसरा एक और उदाहरण हम वचन से देख सकते हैं, वो यीशु मसीह के जन्म का विषय में है। ഗബ്രിയേൽ ദൂതൻ വന്ന് മറിയോട് പറഞ്ഞപ്പോൾ മറിയ ഗബ്രിയേൽ ദൂതനോട് അവള് പഠിച്ച ശാസ്ത്രം സയൻസ് പഠിപ്പിക്കുമായിരുന്നു. और जब गब्रिएल स्वर्गदूत आकर जब मरियम से इस विषय के बारे में कह रहा था, तो मरियम उसे विज्ञान के विषय को कह रही थी। പ്രൈസ് ദി ലോർഡ്. കാരണം അവള് പഠിച്ച ശാസ്ത്രം അതാണ്, ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെ മാത്രമേ ഒരു കുഞ്ഞുണ്ടാകാൻ സാധ്യതയുള്ളൂ, എനിക്ക് ഭർത്താവില്ല, കല്യാണം കഴിഞ്ഞിട്ടില്ല, പിന്നെ നീ പറഞ്ഞ എങ്ങനെ സംഭവിക്കുമെന്ന് അവള് ചോദിക്കുന്നത്. कारण यह है कि उसने जो विज्ञान से सीखा है वो ऐसा था कि जब तक एक स्त्री एक पुरुष के साथ संबंध नहीं रखते हैं, तब तक वे गर्भ धारण नहीं कर सकती हैं, बच्चा जन्म नहीं दे सकती हैं। तो मरियम का सवाल ये था कि मैं अब तक विवाहित नहीं हूं, तो मैं कैसा एक बच्चे को जन्म दे सकती हूँ। പ്രൈസ് ദി ലോർഡ്. അപ്പം മറിയോട് പറയാ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടാൻ നീ അനുവദിച്ചാൽ മതി, ഇതെല്ലാം സംഭവിക്കും. और तब मरियम से इस प्रकार कहा जाता है कि परमेश्वर की पवित्र आत्मा तुझ पर छाया करेगी, और इसी का अनुमति तू दे दे तो तेरे जीवन में, तेरे गर्भ में एक बच्चा दान देगा। ഇന്ന് നിങ്ങൾ അസാധ്യമെന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും വിഷയത്തിന്റെ മേൽ ഭാരപ്പെട്ടിരിക്കുകയാണെങ്കിൽ, ഞാൻ ഇന്ന് പറയുന്ന സൊല്യൂഷനാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ടാൽ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ നിഴലിടാൻ നിങ്ങൾ അനുവദിച്ചാൽ മതി, നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിനും പരിശുദ്ധാത്മാ പരിഹാരം വരുത്തും. आज आप असंभव करते हुए आपने घोषणा किए हुए विषयों के विषय में आप अपने जीवन में प्रभु की पवित्र आत्मा को छाया डालने के लिए आप यदि अनुमति देते हैं, तो पवित्र आत्मा आपके जीवन की असंभव स्थितियों को बदलकर प्रभु की महिमा का कारण बनाएगा। കാരണം പാഴും ശൂന്യമായിരുന്ന ഈ വെള്ളത്തിന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പ്രവർത്തിച്ചപ്പോഴാണ് ഇന്ന് കാണുന്ന ഈ ബ്യൂട്ടിഫുൾ ആൻഡ് ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഈ എർത്ത് ഉളവായത്. कारण यह है क्योंकि पृथ्वी जब बेडौल और सुनसान थी, तो प्रभु का वचन कहता है कि जब परमेश्वर की पवित्र आत्मा उसके ऊपर मंडरा रहा था, तो उसके पश्चात हम देखते हैं कि आज हम देखने वाले जो सुंदर और अच्छे वातावरण वाले इस पृथ्वी में प्रभु ने इतनी खूबसूरती को ले आया है। ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്നും ക്ഷയിച്ചു പോയിട്ടില്ല. നിങ്ങളുടെ അസാധ്യമെന്ന് ചിന്തിക്കുന്ന വിഷയത്തിന്റെ മേല് ഇന്നും നിങ്ങൾ അനുവദിച്ചാൽ ആ പരിശുദ്ധാത്മ പ്രവർത്തിച്ച് നിങ്ങളെ ഫ്രൂട്ട്ഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആക്കി തീർക്കുവാൻ സാധിക്കും. वो पवित्र आत्मा के अपने आपके जीवन में अनुमति दे, वो यदि आपके हृदयों में जीवन में काम करे, तो आपके जीवन को भी जो बेडौल और सुनसान अवस्था में आज आप देख रहे हैं, उसे सुंदर और बेहतर बनाने के लिए प्रभु की आत्मा कार्य कर सकता है। നിങ്ങൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ചിന്തിക്കേണ്ട, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ചിന്തിക്കേണ്ട, നിങ്ങളുടെ മെറിറ്റിനെ കുറിച്ച് ചിന്തിക്കേണ്ട, നിങ്ങളുടെ ഫൈനാൻഷ്യൽ മാറ്റർ ചിന്തിക്കേണ്ട, നിങ്ങളുടെ ആരോഗ്യത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിന്റെ പ്രവൃത്തിയെ കുറിച്ച് ചിന്തിക്കുക, ദൈവത്തിന് അത് ചെയ്യുവാൻ സാധിക്കും. आप आपके पढ़ाई के विषय में सोचने की आवश्यकता नहीं है, आपकी आर्थिक स्थिति के विषय में सोचने की आवश्यकता नहीं है, आपके आरोग्य के विषय में भी सोचने की आवश्यकता नहीं है। परमेश्वर की आत्मा को कार्य करने की अनुमति आप देते हैं, तो आप जो भी परिस्थिति में फंसे हुए हो, वहां से वहां उसको सुंदर बनाने के लिए, वहां से आपको बाहर ले आने के लिए प्रभु की आत्मा कार्य कर सकता है। ദൈവമാകുന്ന വെളിച്ചത്തെ, യേശുവാകുന്ന വെളിച്ചത്തെ, ഞാനും നിങ്ങളും അനുഗമിക്കുന്ന ഈ വെളിച്ചത്തെ പിടിച്ചടക്കുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. यीशु मसीह जो स्वयं ज्योति हैं, उसे मुझे और आपको अपने आप में उसको सीमित कर रखने के लिए इस संसार में कोई भी सामर्थ उतना बड़ा नहीं है। ലോകശാസ്ത്രം പറയുന്നു, ശാസ്ത്രജ്ഞന്മാര് പറയുന്നു, ഇന്നും വെളിച്ചം കടന്നു ചെല്ലാത്ത ബ്ലാക്ക് ഹോൾസ്, ഇരുളുകൾ ഉണ്ടെന്ന്. എന്നാൽ ഈ വെളിച്ചത്തെ പിടിച്ചടക്കുവാൻ ലോകത്തിന് സാധിച്ചില്ല എന്ന് യോഹന്നാന്റെ സുവിശേഷം നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. दुनिया के वैज्ञानिक लोग ऐसे आज इस प्रकार से दावा करते हैं कि आज भी
ऐसे स्थान है पृथ्वी में या इस जगत में जहां पर अभी तक परमेश्वर का या अभी तक कोई भी प्रकार की ज्योति प्रवेश नहीं किया है। ऐसे काले आमीन जगह क्षेत्र इस संसार में है, परंतु प्रभु की वचन यूहन्ना के सुसमाचार में बताता है कि परमेश्वर की ज्योति ना पहुंच पाए ऐसे कोई स्थान इस जगत में नहीं है। അതുകൊണ്ടാണ് നല്ല കാര്യങ്ങൾ ഉപദേശിക്കുന്നവരെ തല്ലിക്കൊല്ലുകയും ക്രിമിനൽസിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നത്. इसलिए इस संसार में हम देखते हैं कि अच्छे बातों को बोलने वाले लोगों को मार देते हैं और इस संसार में गलत काम करने वालों को बहुत प्रोत्साहन दिया जाता है। കാരണം വെളിച്ചം ഭൂമിയിൽ ഉളവാകാതിരിക്കേണ്ടതിന്, ജനം വെളിച്ചത്തിൽ നടക്കാതിരിക്കേണ്ടതിന് പൈശാചിക തന്ത്രം, ഇരുള് അതിനെ പിടിച്ചടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇന്നും എന്നും അന്നും. और इसका कारण यह है कि इस जगत में संसार में ज्योति ना फैले और इस संसार में लोग प्रकाशित ना हो, इसीलिए हम इस संसार के अंधकार की शक्ति, शैतान का ताकत उसी को दबाने की कोशिश करते हैं। ये आज से नहीं है, पहले से होते आए हुए विषय हैं। അതുകൊണ്ടാണ് വചനം പറയുന്നത്, വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടേ ഇരുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. और इसलिए वचन ऐसे हमें बताता है कि इस संसार में ज्योति आती रही और अंधकार उसको रोक नहीं पाया। ഒരു പ്രാവശ്യം കൂടെ പറയട്ടെ, ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു കാരണം, ഒബ്ജക്റ്റിന്റെ ആവശ്യമില്ല. അവൻ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ സൃഷ്ടിക്കുവാൻ സാധിക്കും. നിങ്ങളിലുള്ള വെളിച്ചത്തെ പിടിച്ചടക്കുവാൻ ഒരിരളിനും സാധ്യമല്ല. വിശ്വസിക്കൂ, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കാണും. एक और बार मैं आपको ये बात को दोहराना चाहता हूं कि परमेश्वर की ज्योति को कार्य करने के लिए परमेश्वर को इस संसार की किसी वस्तु की आवश्यकता नहीं है। आप में जो ज्योति है वो आपके अंदर आमीन कोई भी अंधकार की कार्य आमीन ताकत आपको रुका नहीं सकते हैं। इस बात का हमें विश्वास करते हुए आगे बढ़ना है। കാരണം നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. कारण वचन हमें सिखाता है कि तुम जगत की ज्योति हो പറയൂ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. और अपने आप से ये बात को कहना है कि मैं जगत का ज्योति हूँ। ഒരു അന്ധകാരത്തിന് എന്നെ പിടിച്ചടക്കാൻ സാധ്യമല്ല. कोई भी अंधकार मुझको अपने आप में दबा नहीं सकता। എന്നിൽ ലഭിച്ച വെളിച്ചം ഞാൻ ലോകത്തിൽ പ്രസരിപ്പിക്കും. मुझ में जो ज्योति परमेश्वर ने दिया है इस दुनिया में मैं उसका प्रसार करूंगा। അതിനായി ദൈവം നിങ്ങൾക്ക് അഭിഷിക്തരാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വചനത്തെ ചുരുക്കുന്നു. और इसीलिए परमेश्वर हमें अभिषिक्त बनाए कर रखे, इसी विषय के साथ मैं प्रार्थना से समाप्त करता हूं। Praise the Lord.